ഭരണകൂടം വീണ്ടും അധികാരത്തിൽ വന്നതോടെ കൂട്ട നാടുകടത്തൽ സംബന്ധിച്ച് ഡൊണാൾഡ് ട്രംപ് ചില നിലപാടുകൾ അറിയിച്ചിരുന്നു. കുടിയേറ്റക്കാരെ കൂട്ടമായി നാടുകടത്തുമെന്നും അതിനുള്ള എല്ലാ വഴികളും ഒരുക്കുമെന്നായിരുന്നു ട്രംപിന്റെ നിലപാട്. എന്നാൽ ഈ നിലപാടിനെതിരെ ട്രംപിന് മുന്നറിയിപ്പ് നൽകിയാണ് മസാച്യുസെറ്റ്സ് ഡെമോക്രാറ്റിക് ഗവർണർ മൗറ ഹീലി ഇപ്പോൾ രംഗത്തിറങ്ങിയത്. ട്രംപിന്റെ നാടുകടത്തൽ പദ്ധതിയുമായി സംസ്ഥാന പോലീസ് ഒരിക്കലും സഹകരിക്കില്ല എന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ഗവർണർ ട്രംപിന്റെ നിലപാടിനെതിരെ പ്രതികരിച്ചത്. കൂടാതെ ഇനി തന്നെ എതിർക്കാനാണ് ഉദ്ദേശമെങ്കിൽ കുടിയേറ്റക്കാരെ സംരക്ഷിക്കാനായി ടൂൾ ബോക്സിലെ എല്ലാ ഉപകരണങ്ങളും ഉപയോഗിക്കുമെന്ന് മുന്നറിയിപ്പും ഗവർണർ നൽകിയിട്ടുണ്ട്. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആഭ്യന്തര നാടുകടത്തൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് എന്ന നിയുക്ത പ്രസിഡന്റ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് ശേഷം MSNBCയുടെ അനധികൃത കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ നാട് കടത്തുന്നതിന് ഫെഡറൽ ഗവൺമെന്റിന്റെ മസാച്യുസെറ്റ്സ് സ്റ്റേറ്റ് പോലീസ് സഹായിക്കുമോ എന്ന ചോദ്യത്തിന് മറുപടി നൽകിക്കൊണ്ടാണ് ഗവർണർ നാടുകടത്തലിനെതിരെയുള്ള തന്റെ നിലപാട് അറിയിച്ചത്. ഐസൻഹോവറിൽ നടത്തിയ പ്രചരണത്തിനിടെയാണ് ട്രംപ് അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആഭ്യന്തര നാടുകടത്തൽ ഓപ്പറേഷൻ ഞങ്ങൾ നടത്തുമെന്ന് പ്രഖ്യാപിച്ചത്. അതിനുശേഷം ഈ പ്രസ്താവനയെ എതിർത്തും സ്വീകരിച്ചും ഒരുപാട് ആളുകൾ രംഗത്തെത്തിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ ട്രംപ് നടത്തിയ വാർത്താ സമ്മേളനത്തിലും കൂട്ട നാടുകടത്തൽ ഉണ്ടാകുമെന്ന സൂചനകൾ തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. സംസ്ഥാനങ്ങൾക്കും സംസ്ഥാന ഉദ്യോഗസ്ഥർക്കും മേൽ വളരെയധികം സമ്മർദ്ദം ചെലുത്താൻ പോകുന്നുവെന്നും നാം എല്ലാവരും തിരിച്ചറിയേണ്ടത് ഇത് വലിയ പ്രധാന പ്രശ്നമാണെന്നും ഗവർണർ വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാനത്തിന്റെ അറ്റോർണി ജനറൽ എന്ന നിലയിൽ കഴിഞ്ഞ ട്രംപ് ഭരണകൂടത്തിനെതിരെ ഹീലി നിരവധി വ്യവഹാരങ്ങൾ ആരംഭിക്കുകയും വ്യവഹാരങ്ങളും നിയന്ത്രണത്തിന്റെയും എക്സിക്യൂട്ടീവ് അധികാരത്തിന്റെയും ഉപയോഗം ഉൾപ്പെടെ 2025 ധാരാളം പ്രതിരോധങ്ങൾ വരുമെന്ന് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ 2016 ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നതായും ആളുകളുടെ സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങളിൽ നല്ല ഒരു തീരുമാനം കൈകൊണ്ട് കുടിയേറ്റക്കാർക്ക് ആവശ്യമായത് എന്തും ചെയ്തുകൊണ്ട് അവരെ സംരക്ഷിക്കണമെന്നും റെഗുലേറ്ററി അതോറിറ്റിയും എക്സിക്യൂട്ടീവ് അധികാരങ്ങളും നമ്മുടെ സംസ്ഥാനത്തിനുള്ളിൽ നിയമനിർമ്മാണവുമുണ്ടെന്നും ഗവർണർ വ്യക്തമാക്കിയിരുന്നു. കൂടാതെ നമ്മുടെ കൈവശമുള്ള ടൂൾ ബോക്സിലെ ഓരോ ഉപകരണവും നമ്മുടെ പൗരന്മാരെ സംരക്ഷിക്കുന്നതിനും നമ്മുടെ താമസക്കാരെ സംരക്ഷിക്കുന്നതിനും കൂടാതെ സംസ്ഥാനങ്ങളെ സംരക്ഷിക്കുന്നതിനും ജനാധിപത്യത്തെയും നിയമവാഴ്ചയെയും നിലനിർത്തുന്നതിനും ഉപയോഗിക്കേണ്ടതുണ്ടെന്നും ഇതൊരു അടിസ്ഥാന തത്വമാണെന്നും അദ്ദേഹം പറഞ്ഞു. തെക്കൻ അതിർത്തിയിൽ നിന്നുള്ള കുടിയേറ്റക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു സംസ്ഥാനമാണ് മസാച്യുസെറ്റ്സ്. കൂടാതെ കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ നിരവധി കുടിയേറ്റക്കാർ വന്നതോടെ ഹീലി സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ഫെഡറൽ നടപടിക്ക് ആഹ്വാനം ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ കുടിയേറ്റക്കാർക്കുള്ള വർക്ക് പെർമിറ്റിലെ തടസ്സങ്ങൾ നീക്കം ചെയ്യുന്നതിനും തങ്ങളുടെ കാലഹരണപ്പെട്ടതും ശിക്ഷാർഹവുമായ ഇമിഗ്രേഷൻ നിയമങ്ങൾ പരിഹരിക്കുന്നതിനും സംസ്ഥാനത്തിന് അധിക സാമ്പത്തിക സഹായം നൽകുന്നതിനും എക്സിക്യൂട്ടീവ് നടപടി ഉപയോഗിക്കാമെന്നാണ് ഹീലിയുടെ നിലപാട്. അതേസമയം പലരും മസാച്യുസെറ്റ്സിലേക്ക് കുടിയേറി പാർത്തവരാണ് എന്നും തങ്ങളിവിടെ ആകർഷിക്കപ്പെടുന്നുവെന്നും കാരണം തങ്ങൾ അഭിമാനത്തോടെ ആവശ്യമുള്ളവർക്ക് ഒരു വഴികാട്ടിയാണ് എന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി അലൻജാൻഡ്രോ മായോർക്കസ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. കൂടാതെ കുടിയേറ്റ നിയമങ്ങളുടെ ആശയക്കുഴപ്പം, കുടിയേറ്റക്കാർക്ക് ഫെഡറൽ ഗവൺമെന്റിൽ നിന്ന് തൊഴിൽ അംഗീകാരം നേടാനുള്ള കഴിവില്ലായ്മ, മസാച്യുസെറ്റ്സിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണത്തിലെ വർധനവ്, നമ്മുടെ സംസ്ഥാനത്ത് താങ്ങാനാവുന്ന ഭവന വിതരണത്തിന്റെ അഭാവം എന്നിവ കുടിയേറ്റക്കാരെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നതായി മയോക്കസ് കുറ്റപ്പെടുത്തി. കൂടാതെ അവരുടെ സംസ്ഥാനം തൊഴിൽ അംഗീകാരങ്ങൾ, തൊഴിൽ പരിശീലനം, ഇംഗ്ലീഷ് ക്ലാസുകൾ, കുടിയേറ്റക്കാർക്കായുള്ള പുനരധിവാസ സഹായം എന്നിവയ്ക്കും മുൻഗണന നൽകിയിട്ടുണ്ടെന്നും 3785 കുടിയേറ്റക്കാരെ ജോലി അംഗീകാരത്തിനായി അപേക്ഷിക്കാൻ സഹായിച്ചതായും 1100-ലധികം ഇംഗ്ലീഷ് ക്ലാസുകളിൽ എൻറോൾ ചെയ്യാൻ സാധിച്ചു തുടങ്ങിയ നല്ല കാര്യങ്ങളും മാസച്യുസെറ്റ്സിലുള്ളതായും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്.